ഹായ് ഓൺ ഡാൻഡി കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നമുക്കൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ട് എല്ലാം ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലുമാണ് വരുന്നത്. ആ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ് കേട്ടോ. ഇത് നമുക്കൊരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് സാരി വരുന്നത്. ബോർഡർ രണ്ടും ഒരു കളറും, ബോഡിയിലേക്ക് വരുമ്പോൾ സെന്റർ പോർഷനിലേക്ക് വരുമ്പോൾ വേറെ ഒരു ലൈറ്റ് ഷെയ്ഡും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് ഇതിന്റെ രണ്ട് ബോർഡേഴ്സും വരുന്നത്. സെന്റർ പോർഷനിലേക്ക് കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മോവ് ഷെയ്ഡിലേക്ക് എടുത്ത് വരുന്ന ഷെയ്ഡുമാണ് കേട്ടോ വരുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ സാരിയിലേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതും എപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ളതുമായിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ സാരിയുടെ എൻഡ് പോർഷനിലേക്ക് ഇതുപോലെ ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിലേക്കും നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് ആ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് പോകുന്ന ഈ ഒരു പോർഷനിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ ഭാഗത്തും ലോവർ പോർഷനിലേക്കാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ എല്ലാ സൈഡ്സിലേക്കും ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട്. ആ ഡാർക്ക് പോർഷനാണ് ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിലും സ്ലീവെന്റിലേക്ക് ഇതുപോലെ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 1219 നമുക്ക് പെട്ടെന്ന് ഷെയ്ഡുകൾ നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്കിന്റെയും ഒരു ഗ്രേ കളറിന്റെയും കോമ്പിനേഷൻ ആണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളറിന്റെ കോമ്പിനേഷൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നു. നമുക്ക് പെട്ടെന്ന് കളേഴ്സ് കണ്ടുപോകാം കേട്ടോ. അതാ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ്. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഗ്രീൻ കളറിന്റെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ് രണ്ട് സൈഡ് ബോർഡറിലേക്കും വരുന്നുണ്ട്. സെന്റർ പോർഷനിലേക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള എല്ലാം നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസിന്റെ എല്ലാത്തിലും ആ ഒരു സ്ലീവെന്റിലേക്ക് ലേസ് ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂണും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിലേക്കും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന ഒരു ഡാർക്ക് ബ്ലൂവിന്റെയും ഒരു ലാവണ്ടർ ഷെയ്ഡിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുന്താണി ഇതുപോലെ വരുന്നു, ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു കരിമ്പച്ച കളറാണ്. ബ്ലാക്കിനോട് അടുത്ത് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു ബോർഡറിലേക്ക് വരുന്നത്. സെൻറ്ററിലേക്ക് ഇതൊരു ഡസ്റ്റി ഷെയ്ഡുമാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ. ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. ആ വൈറ്റിലേക്കും ആ ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിന്റെ ആ ഒരു എംബ്രോയിഡറി വർക്കാണ് പോയേക്കുന്നത്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ, സൈഡ്സിലേക്ക് ആ ഒരു ക്രോഷ്യ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്ന നല്ലൊരു മോവ് ഷെയ്ഡിന്റെയും വൈറ്റ് കളറിന്റെയും കോമ്പിനേഷൻ. എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ. എംബ്രോയിഡറി വർക്ക് ഇതുപോലെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ, നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. ഇതാ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. എൻഡിലേക്ക് സ്ലീവ് എൻഡിലേക്ക് ക്രോഷ്യ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡസ്റ്റി പീച്ച് കളറാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ഡബിൾ ഷെയ്ഡ് ആയിരുന്നു. ഇതിനും അത് നമ്മൾ കാണുന്നത് സിംഗിൾ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. സെയിം മെറ്റീരിയലും വർക്കും എല്ലാം പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ഇതുപോലെ സിംഗിൾ ഷെയ്ഡിലേക്ക് വരുന്നത് നല്ലൊരു ഡസ്റ്റി പീച്ച് കളർ ഷെയ്ഡിലേക്കാണ് വരുന്നത്. വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ക്രോഷ്യ ലേസും ആഡ് ചെയ്തിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് തന്നെയാണ് കേട്ടോ. എല്ലാ സൈഡ്സിലേക്കും ഇതുപോലെ ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. ബ്ലൗസ് പീസ് ഇതിന്റെയും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവ് എൻഡിലേക്ക് ഇതുപോലെ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 979 അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്കിഷ് പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്. അതിലേക്ക് വൈറ്റ് തന്നെ കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും ചേരുന്ന കളറും ഈ സാരീസ് എല്ലാം അങ്ങനെ വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിന്റെയൊക്കെ കൂടെ നിങ്ങൾക്ക് ഈ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഹക്കോപ്പയുടെ ഒക്കെ ഒരു വൈറ്റ് കളർക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതും പെയർ ചെയ്യാന്നുള്ളൂ. നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് അവൈലബിൾ ആണ്. സ്റ്റിച്ചിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി കേട്ടോ. സെയിം പാറ്റേൺ തന്നെ വരുന്നു. കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതുപോലെ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ, ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മോവ് ഷെയ്ഡിലേക്കാണ് കേട്ടോ. എല്ലാവർക്കും ഒക്കെ മാച്ച് ആയി പോകുന്ന കളർ ഷെയ്ഡുകളാണ് എല്ലാം വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് സ്റ്റീവെന്റിലേക്ക് ലേസ് കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു കളർ. അതിലേക്കും ആ ഒരു വൈറ്റ് കളർ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് കേട്ടോ. മുന്താണിയിലേക്കും ഹെവി ആയിട്ട് ആ വർക്ക് വരുന്നുണ്ട്.
ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് സ്ലീവെൻറ്റിലേക്ക് ഇതുപോലെ ബോർഡർ ആ ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. പ്രൈസ് വരുന്നത് 979. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്